ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ വറ്റിച്ചത്. ഈ ചെമ്മീൻ വറ്റിച്ചത് നമ്മൾ മാങ്ങ ചേർത്താണ് വറ്റിക്കുന്നത്. ഇതൊരു അല്പം പോലും ചാറല്ലാത്ത, അതായത് കുറുകിയ ഒരു കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞങ്ങളുടെ സൈഡിൽ, അതായത് കണ്ണൂർ സൈഡിൽ എല്ലാവർക്കും വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു കറിയാണ് ഇത്. ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു 1/2 കിലോ ചെമ്മീൻ എടുത്തു വെച്ചിട്ടുണ്ട്. വൃത്തിയാക്കി അതിനകത്ത് കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് യോജിപ്പിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇതിലേക്ക് ഒരു 3 ഇടത്തരം തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 വലിയ മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങ വേണം ഇതിനു വേണ്ടി എടുക്കാൻ. 2 വലിയ മാങ്ങ കൊത്തി അരിഞ്ഞു വെച്ചതാണിത്. ഒരു 3 പച്ചമുളകും. ആദ്യമായി തന്നെ ഒരു ചട്ടിയിൽ പച്ചമാങ്ങയും തക്കാളിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് വേവിക്കുക. ഉപ്പും ചേർത്ത് അല്പം വെള്ളവും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. മാങ്ങയും തക്കാളിയും ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീനും പച്ചമുളകും ചേർത്ത് ഒന്ന് ഇളക്കി നോക്കുക. ഇതിൽ അല്പം കൂടി മുളക് പൊടി വേണം. നേരത്തെ നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഉപയോഗിച്ചത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നു. ഇത് ആവശ്യത്തിന് എരിവുള്ള ഒരു കറിയാണ്. കൂടെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വേവിച്ച് പാകത്തിന് ഉപ്പ് നോക്കി വേണമെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർക്കുക. കുറച്ചുകൂടെ വെള്ളം വേണം. ഇനി ഇത് വെന്ത് വറ്റി വരാൻ നമുക്ക് കുറച്ച് നേരം കാത്തിരിക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞാൻ തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഏകദേശം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ചട്ടിയിലായത് കാരണം നമുക്ക് ഈ സമയത്ത് ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലൊന്നുകൂടെ ഇതിലിരുന്ന് കുറുകുവാലോ. ഇതിലേക്ക് ഒരു തണ്ട് സ്റ്റൗ ഓഫ് ചെയ്തു. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയിൽ, പിന്നെ ഇതിനെ ഏറ്റവും സ്വാദിഷ്ടമാക്കുന്ന വേറൊരു സാധനം കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് എൻ്റെ അമ്മമ്മ എപ്പോഴും പറയുന്നതാണ്, മീൻ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ അവസാനമായി ഒരു 3-4 വെളുത്തുള്ളിയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണമെന്ന്. അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്, എസ്പെഷ്യലി മീൻ വറ്റിക്കുന്നതിന്. സ്വാദിഷ്ടമായ ചെമ്മീൻ വറ്റിച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എത്ര ചോറ് വേണമെങ്കിലും നമുക്ക് ഇത് കൂട്ടി കഴിക്കാം. വളരെ ടേസ്റ്റിയായ ഒരു കറിയാണിത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ പരീക്ഷിച്ചു നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ ഡിഷ് വീട്ടിൽ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണിത്. നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. നന്ദി, നമസ്കാരം.